പെൺപുലി നിമിഷ തുടരുന്നുണ്ട്. മിനിസ്റ്റർ പറഞ്ഞല്ലോ തൃശ്ശൂരുകാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ്. എനിക്ക് ആ വേർഡാണ് കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട്, സ്വകാര്യ അഹങ്കാരം. തീർച്ചയായും ആ അഹങ്കാരം അത് തൃശ്ശൂരിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല, നമ്മുടെ എല്ലാ നാട്ടുകാരെയും കാണിച്ചു കൊടുക്കണം, എല്ലാ ദേശത്തും. ഇത് വെറും ഒരു മത്സര ഇനം മാത്രമല്ല പുലികളി എന്ന് പറയുന്നത്, നമ്മുടെ നാടിൻ്റെ ഒരു സംസ്കാരമാണ്. അതിന് എന്താ ചെയ്യുക? നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ്? പുറത്തൊക്കെ പോവാറുണ്ടോ ഇത്തരത്തിൽ? ഇതുവരെ എനിക്ക് പുറത്തേക്ക് കിട്ടിയിട്ടില്ല. കിട്ടിയാൽ നമ്മൾ എന്തായാലും ചെയ്യും. കാരണം തൃശ്ശൂരിലെ അഹങ്കാരം എല്ലാവരും അറിയണം. ആ എടുക്കുന്ന എഫോർട്ടും ആ എടുക്കുന്നതിൻ്റെ ആ ഒരു ത്യാഗം എല്ലാവരും ഒന്ന് അറിയണം എന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷേ അഹങ്കാരം എപ്പോഴും തൃശ്ശൂർക്കാർ തന്നെ സ്വന്തമാണ്. ആശാനോടും കൂടി ആ കാര്യം ചോദിക്കട്ടെ. കാരണം തൃശ്ശൂർ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു മത്സര ഇനമോ അല്ലെങ്കിൽ ഒന്നും അല്ല ഈ പുലികളി എന്ന് പറയുന്നത്. ആളുകൾക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാനും കുറച്ചും കൂടെ വിസിബിൾ ആയിട്ടുള്ള നമ്മുടെ എല്ലാ കലകളും കുറച്ചും കൂടെ വിസിബിൾ ആവുകയും, ഒന്നാമത് സോഷ്യൽ മീഡിയയുടെ ഒരു കാലത്ത് ആളുകൾക്ക് പരസ്പരം കോണ്ടാക്ട് ചെയ്യാനും കാണാനും ഒക്കെ ഒരുപാട് സാധ്യതകളൊക്കെ ഉള്ള കാലത്ത് പുലികളി കുറച്ചും കൂടി ഒന്ന് ജനകീയമാവണം തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ നാലോണനാളിൽ മാത്രമാണ് ഈ തൃശ്ശൂർ ടൗണിലുള്ളത്. ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഓണത്തിനോടനുബന്ധിച്ച് ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പല ജില്ലകളിലും കേരളത്തിൻ്റെ പുറത്തൊക്കെ പോയി കളിക്കുന്നവരാണ് ഞങ്ങൾ. അപ്പോൾ ഇത് കാലക്രമേണ എല്ലാ നാട്ടിലേക്ക് എത്തും. കേരളത്തിന് ഉള്ളിലും അതിന് പുറത്തൊക്കെ എത്തും. വിദേശത്തേക്ക് വരെ ഞങ്ങൾ പോയിട്ടുണ്ട് കളിക്കാനായിട്ട്, നമ്മുടെ ആൾക്കാർ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇന്ത്യ മുഴുവൻ ഉറപ്പായിട്ടും പുലികളെത്തും. എല്ലാവരും ഇതിൻ്റെ സുഖം സന്തോഷം എന്താണെന്ന് അറിയട്ടെ. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്നത്. എല്ലാ വർഷവും ഞങ്ങൾ മുടങ്ങാതെ ഇപ്പോൾ 25ഓളം വർഷമായി ഞാൻ ഇടുന്നു. അപ്പം ഇങ്ങനെ ഇടുന്നത് മറ്റുള്ളവർക്കൊരു പ്രചോദനമായിട്ട് എല്ലാവരും വരണം. എനിക്ക് വേഷം കിട്ടാൻ വേണ്ടി മാറി നിന്നു. കാരണം സ്ത്രീകൾ ഇറങ്ങണം, സ്ത്രീകൾ നമ്മുടെ കൂടെ ഇരുന്ന് കളിക്കണം. പല കാര്യങ്ങൾക്കും കുത്തകയായിട്ട് കൊണ്ടെടുക്കുന്ന കുറേ സാധനങ്ങളായിരുന്നു. ഞങ്ങളാദ്യം കുമ്മാട്ടിയിൽ വേഷം കെട്ടാനായിട്ട് സ്ത്രീകളെ കൊണ്ടുപോയത്. അതിൽ വരെ അവർ സമ്മതിച്ചില്ല. സ്ത്രീകൾ വേണ്ട, മാറി നിൽക്കട്ടെ എന്നുള്ളത്. അപ്പം അതെങ്ങനെയെങ്കിലുമൊക്കെ പൊളിച്ചു കൊടുത്തേ പറ്റുമെന്നുള്ളത് വൺ വിജയമായിട്ട് ഇപ്പോൾ പൊളിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വരുന്ന ഏത് കാലഘട്ടത്തിലായാലും നമുക്കിറങ്ങാം. തൃശ്ശൂർ പുലി ഇറങ്ങില്ല. അതാണ് ഞാൻ കാണുന്ന സ്വപ്നം. അതാണ് ഇത്തവണത്തെ വാഗ്ദാനം എന്ന് പറയുന്നത് സീതാറാം വില്ലിൻ്റെ. ഇനി പുലികളി തൃശ്ശൂരിലുണ്ടെങ്കിൽ അവിടെ പെൺപുലി ഇറങ്ങിയിരിക്കും.